യുകെയിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്ത. ബ്രിട്ടനിൽ ചെറുപ്പക്കാർക്കിടയിൽ കൂടുതൽ ക്യാൻസർ വർദ്ധിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന പഠന റിപ്പോർട്ട് പുറത്ത്. ലോകത്തെമ്പാടും നടക്കുന്ന ക്യാൻസർ മരണങ്ങളിൽ 2ാം സ്ഥാനത്തും ഏറ്റവും സാധാരണവുമായി കാണപ്പെടുന്ന 3ാമത്തെ ക്യാൻസറായി കുടൽ ക്യാൻസർ തുടരുന്നു. ഇപ്പോഴിതാ ബ്രിട്ടനിലെ ചെറുപ്പക്കാർക്കിടയിൽ കുടലിലെ ക്യാൻസർ ആശങ്കാജനകമായ തോതിൽ വർദ്ധിച്ചു വരുന്നതായുള്ള പഠന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 55 വയസ്സിന് താഴെയുള്ളവരിൽ കുടലിലെ ക്യാൻസർ കേസുകൾ ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ക്യാൻസർ റിസർച്ച് യുകെയുടെ വിവരങ്ങൾ അനുസരിച്ച് 25 മുതൽ 49 വയസ്സ് വരെയുള്ളവരിൽ ഈ രോഗം ഓരോ വർഷവും ശരാശരി 3.6% എന്ന നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർധനവിനുള്ള പ്രധാന കാരണം അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗമാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭക്ഷണ രീതിയിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒരു പ്രധാന ഭാഗമായി മാറിയതോടെയാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയത്. ഉയർന്ന അളവിൽ പഞ്ചസാര, കൊഴുപ്പ്, കൃത്രിമ ചേരുവകൾ എന്നിവയടങ്ങിയ ഈ ഭക്ഷണങ്ങൾ ദഹന പ്രക്രിയയിലും ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയിലും നിർണായകമായ പങ്കുവഹിക്കുന്ന കുടലിലെ സൂക്ഷ്മജീവികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് കുടൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതേസമയം കുടലിലെ അർബുദ സാധ്യത കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനും പ്രഭാത ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പ്രോബയോട്ടിക് ധാരാളമായി അടങ്ങിയ യോഗർട്ട് കുടലിലെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശക്തമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനുള്ള യോഗർട്ടിന്റെ ഉപയോഗം സുപ്രധാനമാണ്. ഏകദേശം 1,50,000 ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു പഠനത്തിൽ ആഴ്ചയിൽ 2 അതിലധികമോ തവണ യോഗർട്ട് കഴിക്കുന്നവരിൽ പ്രോക്സിമൽ കോളൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഗണ്യമായി കുറവാണെന്നാണ് കണ്ടെത്തിയത്. ക്യാൻസർ പ്രതിരോധത്തിൽ പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങളുടെ പ്രാധാന്യവും ഈ പഠനം എടുത്തു കാണിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതിലൂടെയും സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും കുടൽ ക്യാൻസറിനെ ഒരു പരിധി വരെ തടയാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.